നെടുമങ്ങാട് KSRTC TT ഓഫീസിന് മുന്നിൽ KSU പ്രതിഷേധം. കൺസെഷൻ ലഭിക്കുന്നതിനായുള്ള ഓൺലൈൻ സംവിധാനത്തിന്റെ അപാകതകൾ ചൂണ്ടിക്കാട്ടിയാണ് പ്രതിഷേധം. പ്രതിഷേധത്തിനിടെ നേരിയ സംഘർഷം. ബസ് സ്റ്റേഷനിൽ നിന്നും പുറപ്പെടാനൊരുങ്ങിയ ബസ്സിന് മുൻപിൽ കിടന്നും പ്രവർത്തകർ പ്രതിഷേധിച്ചു. മാവേലിക്കരയിൽ യുവാവ് റോഡരികിൽ മരിച്ച നിലയിൽ. ചെന്നിത്തല സ്വദേശി രാജേഷിനെയാണ് യൂണിയൻ ബാങ്കിന്റെ തിണ്ണയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ ചിലർ മർദ്ദിക്കുന്നതായുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തൃശൂരിൽ EWS സർട്ടിഫിക്കറ്റ് വാങ്ങാനെത്തിയ യുവതിക്കു നേരെ വില്ലേജ് ഓഫീസർ ഫയൽ വലിച്ചെറിഞ്ഞെന്ന് പരാതി. വില്ലേജ് ഓഫീസറുടെ മോശം പെരുമാറ്റത്തിൽ യുവതി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വർക്കലയിൽ അന്യസംസ്ഥാന തൊഴിലാളികളിൽ നിന്നും ബ്രൌൺ ഷുഗർ പിടികൂടി. ആസാം സ്വദേശികളായ മുഹമ്മദ് കിതാബ് അലി, ജഹാംഗീർ ആലം എന്നിവർ അറസ്റ്റിൽ. പിടികൂടിയത് ട്രെയിനിൽ കടത്തിയ 10 ഗ്രാം ബ്രൌൺ ഷുഗർ. കൊല്ലം ചിതറ ചെക്കിട്ടമുക്കിൽ 17-കാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പാങ്ങോട് സ്വകാര്യ നഴ്സിംഗ് സ്ഥാപനത്തിലെ വിദ്യാർത്ഥിനിയായ അരുന്ധതിയാണ് മരിച്ചത്. പ്രണയ നൈരാശ്യമാണ് ജീവനൊടുക്കാൻ കാരണമെന്നെഴുതിയ കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ നേതൃത്വത്തിൽ കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ ലീഗൽ എയ്ഡ്സ് ക്ലിനിക്കിന്റെ ഉദ്ഘാടനം നടന്നു. അഡീഷണൽ ജില്ലാ പോലീസ് മേധാവി പ്രതാപൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തിപ്പെടും. വടക്കൻ ജില്ലകളിൽ മഴ കനക്കും. വെള്ളിയാഴ്ച മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തൃശൂർ ചാവക്കാട് മുയൽക്കൂട്ടിൽ നിന്നും മലമ്പാമ്പിനെ പിടികൂടി. മണത്തല ധനേഷിന്റെ വീട്ടിൽ നിന്നാണ് 12 അടി നീളമുള്ള മലമ്പാമ്പിനെ പിടികൂടിയത്. കൂട്ടിലുണ്ടായിരുന്ന 4 മുയലുകളെ മലമ്പാമ്പ് വിഴുങ്ങി. കൊച്ചി വിമാനത്താവളത്തിൽ 1 കിലോ സ്വർണം പിടികൂടി. സംഭവത്തിൽ മലപ്പുറം സ്വദേശി നൌഷാദ് കസ്റ്റഡിയിൽ. സ്വർണം ഒളിപ്പിച്ചത് ബ്ലൂടൂത്ത് സ്പീക്കറിനുള്ളിൽ. കോട്ടയം ഈരാറ്റുപേട്ടയിൽ കാപ്പ കേസ് പ്രതിയെ തേടിയെത്തിയ പോലീസും പ്രതിയുടെ ബന്ധുക്കളും തമ്മിൽ വാക്കേറ്റം. സ്ഥിരം ക്രിമിനൽ കേസ് പ്രതിയായ അഫ്സലിനെ തേടിയാണ് ഈരാറ്റുപേട്ട പോലീസ് എത്തിയത്. വീട്ടിൽ കയറി പരിശോധന നടത്തിയപ്പോഴാണ് പോലീസിനെ വീട്ടുകാർ തടഞ്ഞത്. തിരുവനന്തപുരം കടക്കൽ ശിവക്ഷേത്രത്തിലെ പഞ്ചവാദ്യം കലാകാരൻ വാഹനാപകടത്തിൽ മരിച്ചു. അഞ്ചൽ അലയമ്മൻ സ്വദേശി ബിജുകുമാറാണ് മരിച്ചത്. രാവിലെ ശിവക്ഷേത്രത്തിലേക്ക് വരുന്നതിനിടെ സ്വകാര്യ ബസുമായി ബിജുകുമാർ സഞ്ചരിച്ച ബൈക്ക് കൂട്ടിയിടിച്ചാണ് അപകടം. തൃശൂർ കാഞ്ഞാടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. 2 പേർക്ക് പരിക്കേറ്റു. മരിച്ചത് കണ്ടശങ്കടവ് സ്വദേശി ജിനോ ജോൺസൺ. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊല്ലത്ത് 25 കിലോ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. ആന്ധ്രയിൽ നിന്നും കേരളത്തിലേക്ക് കഞ്ചാവ് കാറിൽ കടത്തുകയായിരുന്നു. വിഷ്ണു, അനീഷ് എന്നിവരാണ് പിടിയിലായത്. കോട്ടയത്ത് വീട് കുത്തിത്തുറന്ന് മോഷണം. മോഷണം നടന്നത് ചെമ്മനമ്പടി സ്വദേശി ചന്ദ്രന്റെ വീട്ടിൽ. സ്വർണം മോഷ്ടിച്ചത് വീട്ടിൽ ആളില്ലാതിരുന്ന സമയത്ത്. ആലപ്പുഴ കായംകുളത്ത് ജ്യേഷ്ഠൻ അനുജനെ കുത്തിക്കൊലപ്പെടുത്തി. മരിച്ചത് രണ്ടാംകുറ്റി സ്വദേശി സാദിഖ്. സംഭവത്തിൽ സഹോദരൻ ഷാജഹാനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബസ് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കില്ലെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഇന്ധനവിലയിൽ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞ നിരക്കാണ് കർണാടകയിൽ നിന്നും മന്ത്രി. കൊല്ലം ശൂരനാട് NSS കരയോഗ കുടുംബസംഗമം നടന്നു. ചടങ്ങിൽ വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ഇറ്റാലിയൻ തീരത്തെ 2 കപ്പൽ അപകടങ്ങളിൽ 11 മരണം. നിരവധി പേരെ കാണാതായി. കുടിയേറ്റക്കാർ യാത്ര ചെയ്ത കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ലിബിയയിൽ നിന്ന് പുറപ്പെട്ട കപ്പലിലെ 51 പേരെ രക്ഷപ്പെടുത്തി. തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട മറ്റൊരു കപ്പലിലെ 66 പേരെ കാണാതായി.